എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു എരിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പതിവിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു എരിശ്ശേരിയാണ്. അതുകൊണ്ട് എല്ലാവരും ഫുൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ വളരെ നല്ലതായിരിക്കും. ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്നൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 50 ഗ്രാം വൻപയറും 50 ഗ്രാം ചെറുപയറും ഞാൻ 1 മണിക്കൂർ മുമ്പേ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി വാരി മാറ്റി വയ്ക്കാം. അതിനോടൊപ്പം 100 ഗ്രാം ചേന തോലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 750 ഗ്രാം മത്തങ്ങയും തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി കുക്കറിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ചേനയുടെ കഷ്ണങ്ങളും കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തങ്ങയുടെ കഷ്ണവും കുക്കറിലേക്ക് ഇടാം നമുക്ക്. അപ്പോൾ മത്തങ്ങ മാത്രം എരിശ്ശേരി വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ ഇതിൽ കുറച്ച് ആവശ്യമാണ് വെള്ളം നമുക്ക് പയറൊക്കെ ചേർക്കുന്നത് കൊണ്ട്. 4 പച്ചമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണോ അല്ലെ 1 ടീസ്പൂണോ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. 250 ml ഗ്ലാസ്സാണ്. അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും കൂടെ അടിച്ച് അതിൻ്റെ പ്രഷർ പോകുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ടേ നമ്മളിത് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളുടെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്ത് റെഡിയായെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല ഇതായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഒന്നും അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. പയറൊക്കെ നല്ലതായിട്ട് വെന്ത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ഇളക്കി നമ്മളിത് കുഴച്ച് കളയണ്ട. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസസൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് ഇനി ഇതിൻ്റെ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. 4 ടേബിൾ സ്പൂൺ തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും 5-6 ചുള വെളുത്തുള്ളിയുമാണ് ഇതിലേക്ക് ആവശ്യം. അത് നന്നായിട്ട് അരച്ച് ഫൈൻ പേസ്റ്റാക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ ഈ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ചിലർക്ക് നല്ല കൊഴുത്ത എരിശ്ശേരി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ലൂസായിട്ടുള്ളതായിരിക്കും ഇഷ്ടം. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചത് വെള്ളത്തിൻ്റെ അളവിൽ ക്രമീകരണം നടത്താവുന്നതാണ്. ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇപ്പോൾ നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കണം. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എൻ്റെ ഈ എരിശ്ശേരിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതവിടെ ഇനി നമുക്ക് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതേ സമയത്ത് കടുക് വറക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിന് വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകും പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറ് വയ്ക്കുന്ന അതേ അരിയാണേ. ഇനി അതും മൂത്ത് വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തു. 4-5 ഉണക്കമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇനി 3-4 കതിർപ്പ് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമ്മളിനിയും ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തതിനകത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എരിശ്ശേരി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്തിൽ അരച്ചും ചേർക്കണം, വറുത്തും ചേർക്കണം തേങ്ങ. ഈ വറുത്ത് ചേർക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ രുചി എരിശ്ശേരിയുടെ ഉള്ളത്. എരിശ്ശേരി ഒരു പ്രത്യേക രുചിയിൽ കിട്ടുന്നത് തന്നെ ഈ തേങ്ങയൊക്കെ വറുത്ത് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. 6 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായാലും ഒരു കുഴപ്പവുമില്ല, നല്ല രുചികരമായിരിക്കും എരിശ്ശേരി. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാണ് ആ പരുവം തേങ്ങയുടെ. കണ്ടില്ലേ, ഇത്രയും മൂത്ത് കിട്ടണം നമുക്ക് തേങ്ങ. ഈ പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം അത് വറക്കാനായിട്ട്. അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വേകാനിട്ടപ്പം കുക്കറിൽ ചേർത്തില്ലല്ലോ മുളക് പൊടി. സാധാരണയായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചേർക്കാറ് പതിവ്. അപ്പോൾ ഈ ചൂടിൽ തന്നെ ആ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നോളും. പച്ചമണമൊക്കെ മാറിക്കിട്ടും നമ്മുടെ ഈ മുളക് പൊടിയുടേത്. തേങ്ങ നന്നായിട്ട് ചൂടായി കിടക്കുമല്ലേ. അപ്പോൾ കടുക് വറ നമ്മുടെ റെഡിയായി. നമ്മുടെ എരിശ്ശേരി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനിയും തേങ്ങ വറുത്തത് കടുവും വറുത്തതും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റോളം ഒന്ന് അടച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ കടുവറയുടെ ആ ഫ്ലേവറുകളും എല്ലാം എരിശ്ശേരിയിലൊന്ന് ഇറങ്ങി നല്ലൊരു രുചികരമാകും നമ്മുടെ എരിശ്ശേരി. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് ഓളം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത്
തുറന്നു കണ്ടില്ലേ, നല്ല ഒരു ഭംഗിയുമുണ്ട് കാണാൻ, അതേപോലെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു എരിശ്ശേരിയുമാണ്. ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻ്റ് ഒന്ന് അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ നന്ദി.